നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള പോലീസ് തലപ്പത്ത് വീണ്ടും സമഗ്രമായ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ വരുത്തിയത് സർക്കാർ തന്നെയാണ്. ഈ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. ജയിൽ മേധാവി എസ് ശ്രീജിത്തിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. ADGP സ്ഥാനത്തിരിക്കെ മുൻകൂട്ടി അനുമതി ഇല്ലാതെ വിദേശയാത്ര നടത്തിയെന്ന ആരോപണങ്ങളും വിവാദങ്ങളും നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ADGP സ്ഥാനത്തുള്ള MR അജിത് കുമാർ സസ്പെൻഷനിലായതാണ് ശ്രീജിത്തിന് ഗുണമായത്. നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായിക്ക് വേണ്ടി ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് അജിത് കുമാറിന് സസ്പെൻഷൻ ലഭിച്ചത്. സ്ഥാനക്കയറ്റം ലഭിച്ചെങ്കിലും എസ് ശ്രീജിത്ത് ജയിൽ മേധാവിയായി തന്നെ തുടരുകയാണ്. സേവനം അനുഷ്ഠിക്കുകയുമാണ് നിലവിൽ. ബെവ്കോയിലും ഫയർഫോഴ്സിലും മറ്റും സ്ഥാനചലനങ്ങളുടെ ഭാഗമായി മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയെ ബെവ്കോ CMD ആയി നിയമിച്ചു. മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ബൽറാം കുമാർ ഉപാധ്യായയെ ഫയർഫോഴ്സ് മേധാവിയായും നിയമിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന ഭരണ നിർവഹണ രംഗം കൂടുതൽ കാര്യക്ഷമമാകുന്നതിന്റെ ഭാഗമായാണ് പോലീസ് തലപ്പത്തെ ഈ പുതിയ അഴിച്ചുപണി എന്നാണ് വിശദീകരണം. സംസ്ഥാന പോലീസിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ എസ് ശ്രീജിത്തിന് DGP പദവി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം വരുന്നു. നിരവധിയായ വിവാദങ്ങൾക്കും അണിയറ നീക്കങ്ങൾക്കും ഒടുവിലാണ് ADGP എസ് ശ്രീജിത്തിന് DGP-യായി പ്രമോഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പ്രമോഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. മുഖ്യമന്ത്രി VD സതീശൻ ഫയലിൽ വൈകാതെ ഒപ്പുവെക്കും. നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ തടസ്സവാദങ്ങളെയും പാരകളെയും പൂർണ്ണമായും മറികടന്നാണ് ശ്രീജിത്ത് DGP പദവിയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിലാണ് ADGP എസ് ശ്രീജിത്തിന് പ്രമോഷൻ ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അർഹമായ DGP പ്രമോഷൻ തടയുന്നതിനായി സസ്പെൻഷനിൽ കഴിയുന്ന ADGP MR അജിത് കുമാർ കള്ളക്കളികൾ നടത്തുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു. തനിക്ക് ലഭിക്കാത്ത DGP പദവി സഹപ്രവർത്തകനായ ശ്രീജിത്തിനും ലഭിക്കരുത് എന്ന വാശിയിലാണ് അജിത് കുമാർ മറ്റ് ഗൂഢാലോചനക്കാർക്കൊപ്പം ചേർന്ന വ്യാജ വാർത്തകളും നീക്കങ്ങളും നടത്തുന്നത് എന്ന ആരോപണമാണ് ആഭ്യന്തര വകുപ്പിൽ ഉയർന്നത്. ശ്രീജിത്തിന്റെ സീനിയോറിറ്റിയും മുൻകാല സർവീസ് മികവും കണക്കിലെടുത്താണ് DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള തീരുമാനം. അതോടൊപ്പം സംസ്ഥാനത്തെ മറ്റുന്നത IPS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളും സർക്കാർ പുറപ്പെടുവിച്ചു. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. ബെവ്കോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ ഈ പദവിയിൽ നിയോഗിച്ചിരിക്കുന്നത്. ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു. മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ബൽറാം കുമാർ ഉപാധ്യായയെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവിയായും നിയമിച്ചിട്ടുണ്ട്. ഇതിനുള്ള ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങി. ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വസ്തുതയും ശ്രീജിത്തിന് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയേറ്റവും പ്രമോഷൻ തടയുന്നതുമെല്ലാം രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കോടതി ഒരു വരി കൊണ്ടുപോലും ശ്രീജിത്തിനെ വിമർശിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹ IAS റിപ്പോർട്ട് സമർപ്പിച്ചതിനെ സാങ്കേതികപരമായ വീഴ്ചയിലാണ് ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. പരാതിക്കാരനെയും അതായത് മോട്ടോർ വാഹന വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥൻ ഡിബിൾ ഇടവന പ്രതിസ്ഥാനത്തുള്ള ശ്രീജിത്തിനെയും ഒരുമിച്ച് നിർത്തി മൊഴിയെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറി തീരുമാനിച്ചതായാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പരാതിക്കാരൻ ഇതിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അയാളുടെ ഭാഗം കൂടി കേട്ട് വീണ്ടും നിയമപരമായ റിപ്പോർട്ട് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിനെയാണ് ശ്രീജിത്തിനെതിരായ വിധി എന്ന രീതിയിൽ അജിത് കുമാറും സംഘവും പ്രചരിപ്പിച്ചത്. കേന്ദ്ര പെൻഷൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരം സ്വന്തം ചെലവിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അവധിയെടുത്ത് വിദേശത്ത് പോകുന്നതിന് കേഡർ നിയന്ത്രണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. വിവരം അറിയിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ പിന്നീട് തനിക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി ശ്രീജിത്ത് സംസ്ഥാന സർക്കാരിനും DGP-ക്കും അപേക്ഷ നൽകി. കൃത്യമായി അനുമതി വാങ്ങിയിരുന്നു. ചീഫ് സെക്രട്ടറിയുടെയും DGP-യുടെയും അനുമതി പത്രങ്ങൾ ഇതിന് തെളിവായി പുറത്തു വന്നിട്ടുണ്ട്. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് പങ്കെടുത്തത് പോലീസിന്റെ ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണെന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ യൂണിഫോം ഇടാതെ സാധാരണ വസ്ത്രം ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഈ വാദവും പൊളിഞ്ഞു. ദുബായ് ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ആയുർവേദ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് പങ്കെടുത്തിരുന്നു. മുൻപ് ദുബായിൽ വെച്ച് കാൽക്കുടയിൽ ഉണ്ടായ പരിക്ക് അദ്ദേഹത്തിന് ചികിത്സ നൽകിയത് ഈ കേന്ദ്രത്തിലുള്ളവരായിരുന്നു. എന്നാൽ ഇതിനെ സ്പാ എന്ന് ചിത്രീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇത്തരം വ്യാജ പ്രചാരണം കാരണം അവിടെ ജോലി ചെയ്തിരുന്ന നിർധനരായ വനിതാ ജീവനക്കാരുടെ വിവാഹം വരെ മുടങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. ജീവനക്കാരുടെ പരാതിയിൽ ഇതിനെതിരെ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ട്രാഫിക് കമ്മീഷണറായിരിക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുകയും വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിലെ MVI ഡിബിൻ ഇടവയ്ക്ക് ശ്രീജിത്തിനോട് കടുത്ത ശത്രുതയുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവച്ച വ്യക്തി കൂടിയാണ് ഇയാളെ മുന്നിൽ നിർത്തിയാണ് അജിത് കുമാർ ഹർജിയും വ്യാജ കളികളും ഒക്കെ തന്നെ ഉണ്ടാക്കിയത് എന്ന ആരോപണമാണ് ഉയർന്നത്. IPS ഉദ്യോഗസ്ഥർക്കിടയിൽ മുതിർന്ന പദവികളിലേക്ക് ആളുകൾ എത്തുമ്പോൾ ഇത്തരം കൊട്ടേഷനുകളും ഒളിപ്പോരുകളും സാധാരണമാണെങ്കിലും സഹപ്രവർത്തകന്റെ അർഹതപ്പെട്ട DGP പദവി തടയുന്നതിനായി കോടതിയുടെയും മാധ്യമങ്ങളെയും വരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു അജിത് കുമാറിന്റെ നീക്കം. എന്നാൽ ഈ നീക്കം വിജയം കണ്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വിജയത്തിന് പിന്നാലെ ശ്രീജിത്തിന് ഒരുപാട് ആശംസകൾ വരുന്നുണ്ട്. എന്തായാലും ശ്രീജിത്ത് ആയിരിക്കും ശ്രീജിത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായി വന്ന അദ്ദേഹമാണ്, കലാകാരൻ കൂടിയാണ്, ശബരിമലയിലെ വലിയ അയ്യപ്പ ഭക്തനാണ്, ശ്രീ മൂകാംബിക ദേവിയുടെയും ഭക്തനുമൊക്കെയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന് DGP സ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആശംസകളും വരികയാണ്.